ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് ഗോulash. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഉണ്ടായിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് goulash ഉണ്ടാക്കുന്നതാണ് വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് ഇതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് ഓയിൽ, 1/4 കപ്പ് ബട്ടർ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബട്ടർ മെൽറ്റ് ആകുന്നുണ്ടെന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടറെല്ലാം മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് ചോപ്പ് ചെയ്ത ഉനിയും ചേർത്ത് കൊടുക്കണം. അതുകൂടാതെ നമുക്ക് 1/2 കപ്പ് സെല്ലറി, 1 ടേബിൾ സ്പൂൺ ഗാർലിക്, ചോപ്പ്ഡ് ഗാർലിക്ക് ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 3 കിലോ ബീഫാണ് വേണ്ടത്. അത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്ത ബീഫാണ് നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ആ ബീഫ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂണ് സാൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വീണ്ടും സോട്ട് ചെയ്യണം. ഇതൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊരു 30-35 മിനിറ്റ് നമുക്ക് വേവിക്കേണ്ടതുണ്ട്. അന്നേരത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ വെള്ളം ഇറങ്ങി വന്ന് അതെല്ലാം പറ്റി വന്നോളൂ. അപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഏകദേശം ഈ പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറി വരുന്നതൊന്ന് സോട്ട് ചെയ്യണം. 2-3 മിനിറ്റ് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് 2 ലിറ്റർ ഡൈസ്ഡ് ടൊമാറ്റോ, 1/4 കപ്പ് ബീഫ് സൂപ്പ് ബേസ്, 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, 1 ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഏകദേശം 35-40 പേർക്കുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ goulash ഉണ്ടാക്കുന്നത് വെയിറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ goulash ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ്, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് സ്വീറ്റ് കോൺ, 1 ടേബിൾ സ്പൂൺ പാഴ്സലി ഫ്ലക്സ്, 2 കപ്പ് വെള്ളം ഇത്ര ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും അടച്ചു വെച്ചൊരു അരമണിക്കൂർ വേവിക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി ബീഫ് വേവിച്ചപ്പോൾ 90% നമ്മൾ ആദ്യം വേവിച്ചതാണ്. അപ്പോൾ ഇനി വെയിറ്റിൻ്റെയോടുകൂടി അതും കൂടി ഇട്ടാണ് ഒന്നിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചൊരു 30 മിനിറ്റ് വേവിക്കണം. അപ്പോൾ 30 മിനിറ്റ് കഴിയുമ്പോൾ അത് ഞാൻ ഇവിടെ തുറന്നിട്ടുണ്ട്. ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ബീഫിൻ്റെ എല്ലാത്തിൻ്റെ വേവൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഒത്തിരി ഇനി ഗ്രേവി ആവശ്യമില്ല. അപ്പോൾ ഈ പരുവത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും കാര്യങ്ങളും നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബീഫ് goulash വിത്ത് വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.